يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റഹീമായ അളവറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന് പരമാവധി ജീവിതത്തിലുടനീളം പാലിച്ചു കൊള്ളണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യർക്ക് വേണ്ടി ലോകത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ച മുസ്ലിം ഉമ്മത്ത്, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഉമ്മത്ത്, വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളിൽ കൂടി ഈ ഉമ്മത്തിൻ്റെ സവിശേഷത അറിയിക്കുകയാണ്. സൂറത്തുൽ ആലി ഇമ്രാനിലെ 104, 110 ആയത്തുകളിൽ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല ഈ ഉമ്മത്തിനെ, ഈ ഖൈറായ ഉമ്മത്ത്, അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അവരുടെ പ്രത്യേകത ഖൈറാണ്, ഏറ്റവും ശ്രേഷ്ഠരായാണ്. അവരുടെ വ്യതിരിക്തത നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഉമ്മത്തിൻ്റെ വ്യതിരിക്തത. അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കൂടി അതിൻ്റെ കൃത്യമായിട്ടുള്ള ദൗത്യം ഈ സമുദായത്തെ പഠിപ്പിച്ചതാണ്. സൂറത്തുൽ അറാഫിലെ 157-ാമത്തെ ആയത്തിൽ ആ പ്രവാചകരുടെ ദൗത്യം എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. അവർ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരം വെടിയുകയും ചെയ്യുന്നവരാണ്. വയുഹില്ല ലഹുമുത് ത്വയ്യിബാത്ത്. നല്ല വസ്തുക്കൾ അവർക്ക് അനുവദനീയമാക്കി കൊടുക്കുന്ന പ്രവാചകൻ. വയുഹരിമു അലൈഹിമുൽ ഖബായിസ്. ചീത്ത വസ്തുക്കൾ അവരുടെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു ആ പ്രവാചകൻ. വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. അവരുടെ ഭാരങ്ങളും അവരുടെ മേലിലുണ്ടായിരുന്ന വിലങ്ങുകളും അദ്ദേഹം ഇറക്കി വയ്ക്കുകയാണ്. അഥവാ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തതെന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകരിൽ കൂടി ഈ സമുദായത്തെ അള്ളിപ്പിടിച്ചിരിക്കുന്ന അന്ധവിശ്വാസ, അനാചാര, ദുരാചാരങ്ങളെല്ലാം പ്രവാചകർ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ മഹിതമായ ആദർശം പഠിപ്പിച്ചു ആ പ്രവാചകൻ. ദുരാചാരത്തിൻ്റെ പടുകുഴിയിൽ നിന്നും രക്ഷിച്ചു ആ പ്രവാചകൻ. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതെല്ലാം ആ പ്രവാചകൻ മുഴുവത്തായി രേഖപ്പെടുത്തി. നരകത്തിൽ നിന്നും അകറ്റിക്കളയുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നേർരേഖയായി അടയാളപ്പെടുത്തുകയും ചെയ്തു. അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദർശം ജനങ്ങളോട് പറയുക മാത്രമല്ല ചെയ്തിരുന്നത്, ജീവിതത്തിൽ അനുവർത്തിക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്തു. നോക്കൂ, നമുക്ക് സുപരിചിതമായ ഒരു സംഭവമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 17-18 മാസം പ്രായമായ മകൻ ഇബ്രാഹിം മരിക്കുന്ന അന്നേ ദിവസം സൂര്യഗ്രഹണം സംഭവിച്ചു. സ്വഹാബികളിൽ പലരും പറഞ്ഞു, ഫഖാലന്നാസ് ഇന്നമാ കുസിഫത്തിൽ ലിമൗത്തി ഇബ്രാഹിം ഇബ്നുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ പ്രവാചകരുടെ മകൻ ഇബ്രാഹിമിൻ്റെ വേർപാടിൽ സൂര്യനെ പോലും ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയാകട്ടെ എന്നുള്ള ഒരു നിസ്സഹായത എല്ലാ ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്നത്. സ്വഹാബാക്കളെയെല്ലാം മസ്ജിദിലേക്ക് വിളിച്ചു വരുത്തുകയും 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തതിനു ശേഷം സ്വഹാബാക്കളെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂല് ആ ദുരാചാരത്തെ വിലക്കുകയാണ്. സ്വഹാബാക്കളിൽ ഉടലെടുത്ത ആ അന്ധവിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ സ്വഹാബാക്കളെ, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹി അസ്സ വജല്ല. നിശ്ചയമായും ഈ സൂര്യൻ, ചന്ദ്രൻ
ആ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തങ്ങളാണ്. ലാ യൻകസിഫാനി ലിമൗതി ബശരിൻ, ഒരു മനുഷ്യരുടെയും മരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ മരണം മൂലം അങ്ങനെ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ സംഭവിക്കുകയില്ല. ഫഇദാ റഅയ്തും ശൈഅൻ മിൻ ദാലിക്, അപ്രകാരം നിങ്ങൾ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഫസ്വല്ലു ഹത്താ തൻജലിയ, അത് മാറുന്നത് വരെയും നിങ്ങൾ റബ്ബിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനടി ആ സമൂഹത്തിൽ ബാധിക്കാവുന്ന ആ അന്ധവിശ്വാസത്തെ എടുത്തു മാറ്റുകയാണ്. ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കല്യാണ സദസ്സിലേക്ക് വരുമ്പോഴേക്കും പ്രവാചകരെ കണ്ടപ്പോഴേക്കും ദഫ് മുട്ടി പാടിക്കൊണ്ടിരുന്ന ആ കുട്ടികൾ പ്രവാചകരെ ഒന്ന് വാഴ്ത്തി പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരി 4001 നമ്പർ ഹദീസിൽ നാം വായിക്കുകയാണ്. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ വ്യതിരിക്തത നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയും, അദൃശ്യകാര്യങ്ങൾ അറിയുന്ന പ്രവാചകനാണ് ഞങ്ങളുടെ പ്രവാചകന്റെ വ്യതിരിക്തത എന്ന് പറയുന്ന ആ കുഞ്ഞു മക്കളെ നോക്കിക്കൊണ്ട്, മക്കളെ അരുത്, നിങ്ങൾ അങ്ങനെ പറയരുത്, ലാ തഖൂലി, അങ്ങനെ നിങ്ങൾ പറയരുത്, അദൃശ്യങ്ങൾ അറിയുന്നവനല്ല ഞാൻ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ തന്റെ ഫത്ഹുൽ ബാരിയിൽ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഈ തിരുമൊഴി, പ്രവാചകർ എന്തുകൊണ്ട് ആ കുട്ടികളെ വിലക്കി, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന പ്രവാചകനല്ല എന്നും മക്കളെ എന്തുകൊണ്ട് തെര്യപ്പെടുത്തി എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ അഭീഷ്ടപ്രകാരമല്ല, വിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകളുടെ തെളിവുദ്ധരിച്ചുകൊണ്ടാണ്. 27-ാം അധ്യായം സൂറത്തുൻ നംലിലെ 65-ാമത്തെ ആയത്താണ് പ്രധാനം. ഖുൽ, നബിയെ അവരോട് പറയുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിൽ അദൃശ്യകാര്യങ്ങൾ അല്ലാഹയല്ലാതെ ആരും അറിയുകയില്ല എന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ തെളിവായി ഉദ്ധരിക്കുന്നത്. അതുകൊണ്ടാണ് മക്കളോട് അള്ളാന്റെ റസൂൽ പറഞ്ഞത്, അരുത് മക്കളെ, ലാ തഖൂലി ഹാകദാ, ഇപ്രകാരം നിങ്ങൾ എന്നെ വാഴ്ത്തരുത്, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നയാളല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളെ അല്ലെങ്കിൽ ആ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുമായിരുന്ന ആ ഒരു വിശ്വാസത്തെ അവിടെ പ്രവാചകൻ കുഴിച്ചു മൂടുകയാണ്. അവിടെ അള്ളാഹുവിന്റെ റസൂൽ മൗനം പാലിച്ചെങ്കിലോ കരാളഹസ്തം പോലെ ഈ സമുദായത്തെ അള്ളിപ്പിടിക്കുമായിരുന്നു ദുരാചാരങ്ങൾ. മുളയിലെ നുള്ളിക്കളഞ്ഞതാണ് പ്രവാചകന്റെ വ്യതിരിക്തത. നോക്കൂ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളുടെ സ്വഭാവം നമുക്കറിയാം. ഏതെങ്കിലും മഹാന്മാർ മരിച്ചു കഴിഞ്ഞാൽ ആ മഹാന്മാരിൽ കൂടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും എന്നുള്ള ആ വികല വിശ്വാസത്തെയും പറിച്ചെറിഞ്ഞു കളഞ്ഞു പ്രവാചകർ. ജിന്നുകളോട്, മലക്കുകളോട്, മരിച്ചുപോയ മഹാന്മാരോടെല്ലാം സഹായം തേടിയിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന, നേർച്ചകൾ നേർന്നിരുന്ന ആ വികല വിശ്വാസത്തെ കുഴിച്ചു മൂടുകയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 17-ാം അധ്യായം സൂറത്ത് ഇസ്റാ 56-57 ആയത്തുകൾ. പ്രവാചകരെ അവരോട് പറയുക, ആരോട്? ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും മഹാന്മാരോടുമൊക്കെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിങ്കലേക്ക് അടുക്കുവാൻ ശുപാർശയ്ക്ക് വേണ്ടി അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മുശ്രിക്കുകളോട് പറയുക, പ്രവാചക, ഖുൽ ദുഉൽ ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീലാ, നിങ്ങൾക്ക് ബാധിച്ച ഉപദ്രവം നീക്കാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ ഈ ഇബ്രാഹിം നബിക്ക് സാധിക്കുകയില്ല. ഈ ഖലീലുള്ള എന്നുള്ള അപരനാമം സ്വീകരിച്ച ആ പ്രവാചകന് സാധിക്കുകയില്ല. ഈസാ നബിക്കോ മൂസാ നബിക്കോ മഹാന്മാരായിട്ടുള്ള ജിന്നുകൾക്കോ മലക്കുകൾക്കോ സാധിക്കുകയില്ല. പ്രവാചക വിശദീകരിക്കുകയാണ് പ്രവാചകൻ. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ പറയുന്ന ഒരു വെല്ലുവിളി അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. സാധിക്കുമോ? നിങ്ങൾക്ക് ബാധിച്ച എന്തെങ്കിലും ദുരിതങ്ങൾ മാറ്റിത്തരുവാൻ നിങ്ങൾ സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാധിക്കുമോ പ്രവാചക? ചോദിക്കുക, അവരോട് പറഞ്ഞു കൊടുക്ക്. ഇനി അവരുടെ സ്ഥിതിയോ?
ഈ മഹാന്മാരെന്ന് പറയുന്നവരുടെ സ്ഥിതി എന്താണ്? ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബു. ഈ മഹാന്മാരെന്ന് പറയുന്നവർ, ഈ പ്രവാചകന്മാർ, അവരാണല്ലോ മനുഷ്യരിൽ ഏറ്റവും അല്ലാഹുവിങ്കലേക്ക് അടുത്തവർ. അവരാകട്ടെ റബ്ബിങ്കിലേക്ക് അടുക്കുവാനുള്ള ഒരു സമീപന മാർഗം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അയ്യുഹും അഖ്റബു, അല്ലാഹുവിങ്കിലേക്ക് അടുക്കുവാൻ അവർ ഒരു സമീപന മാർഗം സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല, വയർജൂന റഹ്മതഹു, അല്ലാഹുവിന്റെ കാരുണ്യത്തെ അവർ പ്രതീക്ഷിക്കുകയാണ്. ആര്? ഈ പറഞ്ഞ മഹാന്മാർ. വയഖാഫൂന അദാബഹു, അല്ലാഹുവിന്റെ ശിക്ഷയെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ, നിശ്ചയം നിന്റെ റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടേണ്ടത് തന്നെ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അന്ധവിശ്വാസത്തിൽ നിന്നും മോചിതരാക്കുന്ന പ്രവാചകന്റെ പ്രവർത്തനങ്ങളാണ് ഈ ആയത്തുകളിൽ കൂടി അവിടെയുള്ള സമൂഹം മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിന്റെ വ്യതിരിക്തത എന്താണ്? ഉത്തമ സമുദായം എന്ന് പറയുന്ന കുൻതും ഖൈറ ഉമ്മ, ഖബറാളികളിൽ നിന്നും ഒരു രക്ഷയോ ഒരു ഗുണമോ ഒരു ഷർറോ ഒരു ലുറോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആയത്താണിത്. നമ്മുടെ സമൂഹം ഇതിൽ നിന്നെല്ലാം വിഭജനം നടത്തിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സമയത്ത് നാം ഈ കറാമത്തുകളുടെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിലുള്ള 2 സഹോദരങ്ങൾ കേരളത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചുവത്രേ. ഹിന്ദിയിൽ ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, 2 വർഷം മുമ്പ് എൻ്റെ വേണ്ടപ്പെട്ടയാൾക്ക് മുഴ വന്നു തലയിൽ. ആശുപത്രികളിലെല്ലാം പോയി അതിൻ്റെ ചികിത്സ തേടി. ഇനി ആതുരാലയങ്ങളില്ല. അവസാനം ഒരു ആതുരാലയത്ത് പോയപ്പോൾ 11.25 ലക്ഷം രൂപ, കൃത്യമാണ് എണ്ണം. 11.25 ലക്ഷം രൂപ തന്നാൽ സർജറിക്ക് വിധേയമാക്കാം, പക്ഷേ ഉറപ്പില്ല. ഒറ്റ നേർച്ചയാണ് ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ശിഫയാവുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്താ? നിങ്ങൾക്ക് ബാധിച്ച ഒരു ദുരിതം ഇബ്രാഹിം നബിക്ക് മാറ്റിത്തരുവാൻ സാധ്യമല്ല. മൂസാ നബിക്കോ മഹാന്മാരായിട്ടുള്ള മലക്കുകൾക്കോ ജിന്നുകൾക്കോ നിങ്ങൾക്ക് ബാധിച്ച ദുരിതം മാറ്റിത്തരുവാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ വ്യവസായ ലോകത്തിന്റെ ഏജന്റുമാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വലിയ ആതുരാലയങ്ങളെക്കാളും ആശുപത്രിയുടെ ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മനാമിലാണ്, സ്വപ്നത്തിലാണ്. ഇതിൽ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു വൈരുദ്ധ്യം, ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ കേരളത്തിൽ എവിടങ്ങളിലുണ്ടോ അവിടങ്ങളിലാണ് ഏറ്റവും നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുള്ള ആതുരാലയങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് വൈരുദ്ധ്യം. ഈ പറയുന്നവർക്ക് എന്തെങ്കിലും ദുരിതം ബാധിച്ചാൽ ഈ കറാമത്ത് തെളിയിച്ചു കൊടുക്കേണ്ടതല്ലേ? ഇതാ നോക്കൂ, ഇവർക്ക് തന്നെ ജീവിതത്തിൽ ചെറിയൊരു വയറുവേദന വന്നാൽ നേരെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ പോയി അഭയം തേടുന്ന കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം മുമ്പ് നാം അനുഭവിച്ചതാണ്. സ്വപ്നത്തിൽ കൂടി കള്ളക്കറാമത്തുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ജനങ്ങളെ ദുരാചാരത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതൻ. 102 ഡിഗ്രി പനിയായ എന്നെ സ്വപ്നത്തിൽ കൂടി CM മടവൂർ ശിഫയാക്കി എന്ന് പറയുന്ന ഈ പുരോഹിതന് ചെറിയ ഒരു ജലദോഷം വന്നപ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖം വന്നപ്പോൾ മുജാഹിദുകളുടെ കീഴിലുള്ള ആശുപത്രിയിൽ അഭയം തേടിക്കൊണ്ട് അതിന് ശമനം തേടിയത് നാം പത്രങ്ങളിൽ വായിക്കുകയാണ്. ഇവർ പറയുന്നതല്ല ഇവരുടെ ജീവിതത്തിലുള്ളത്. ജൂതന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ജൂതന്മാരെ, നിങ്ങൾ എന്തിനാണ് പറയാത്തത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് നിങ്ങൾ പറയാതിരിക്കുകയും ചെയ്യുന്നു? ഇതേ അവസ്ഥയാണ് ജൂതന്മാരുടെ അനുയായികളെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പുരോഹിതന്മാരുടെ കച്ചവടങ്ങളാണ് നാം ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളെ ബാധിച്ച ഏറ്റവും വലിയൊരു അന്ധവിശ്വാസങ്ങളിൽ ഒന്ന് സൂറത്തുൽ മാഇദ 90-ാമത്തെ വചനത്തിൽ നാം വായിക്കുകയാണ്, വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയികളാകുവാൻ ചെയ്യേണ്ടത്
പ്രതിഷ്ഠകൾ വച്ചുകൊണ്ടോ പ്രശ്നങ്ങൾ നോക്കുവാനുള്ള അമ്പുകൾ വച്ചുകൊണ്ടോ നിങ്ങൾ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തരുത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏറ്റവും വലിയ മുഫസ്സിറായ ഇമാം ത്വബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ ത്വബരിയിൽ രേഖപ്പെടുത്തുകയാണ്, വൽ അൻസ്വാബു വൽ അസ്ലാം, പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഇമാം ത്വബരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, കഅബയുടെ സമീപത്ത് 3 അമ്പുകൾ ഉണ്ടാകും. വലിയ ഒരു പാത്രത്തിനുള്ളിൽ 3 അമ്പുകൾ ഉണ്ടാകും. ആ 3 അമ്പിന്മേലും ഇപ്രകാരം എഴുതിയിരിക്കും, അലൽ വാഹിദ് അമറനി റബ്ബി. എന്തെങ്കിലും കാര്യങ്ങൾ മക്ക മുശ്രിക്കുകൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുമ്പോൾ, യാത്രയോ യുദ്ധമോ കച്ചവടമോ അതുപോലെയുള്ള കല്യാണമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അവർ ഉദ്ദേശിച്ചാൽ കഅബയുടെ അടുക്കൽ വന്നുകൊണ്ട് ആ 3-ൽ 1 അമ്പിനെ ഇങ്ങനെ പുറത്തേക്കെടുക്കും. ആ 1-ൽ എഴുതി വച്ചിരിക്കുന്നത് അമറനി റബ്ബി, അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. യുദ്ധമാണെങ്കിൽ യുദ്ധം ചെയ്യാം, കല്യാണമാണെങ്കിൽ അങ്ങനെ, കച്ചവടമാണെങ്കിൽ അങ്ങനെ, യാത്രയാണെങ്കിൽ അങ്ങനെ. ഇനി മറ്റേ അമ്പിൽ വലൽ ആഖിർ നഹാനി റബ്ബി, എൻ്റെ റബ്ബ് വിരോധിച്ചിരിക്കുകയാണ്, ആ യാത്ര മുടക്കം വരുത്തും, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യം ചെയ്യുകയില്ല. 3-ാമത്തെ അമ്പിലോ ഒന്നും എഴുതാത്ത അമ്പ്, വീണ്ടും അവരെന്ത് ചെയ്യും? ആവർത്തിക്കും. ഇങ്ങനെ ഒരു ദുരാചാരത്തെ, ഇങ്ങനെ ഒരു അന്ധവിശ്വാസത്തെ എതിർത്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദ 3:90 ആയത്തുകൾ. എന്തുകൊണ്ടാണ് ഇത് അല്ലാഹു തആല നിഷിദ്ധമാക്കിയത്? ഇമാം റാസി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് നിഷിദ്ധമാണ് ഈ പ്രവർത്തനം. കാരണം ലിഅന്നഹു ത്വലബ ലിമഅരിഫത്തിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങൾ തേടുന്നത് കൊണ്ട്, ഗൈബിയായ ഒരു കാര്യം തേടുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് ഇസ്ലാം ഹറാമാക്കിയത്. ഇമാം റാസി റഹിമഹുല്ലാഹ് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന 2 ആയത്തുകൾ, ഒന്ന് സൂറത്തുൽ ലുഖ്മാൻ 34-ാമത്തെ ആയത്ത്, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. മറ്റൊരായത്ത് സൂറത്തുൻ നംലിലെ നാം നേരത്തെ കേട്ട 65-ാമത്തെ ആയത്ത്, നാളെ നടക്കുന്ന ഒരു കാര്യവും ഒരു നഫ്സും അറിയുകയില്ല എന്നുള്ള ആയത്താണ് ഇമാം റാസി റഹിമഹുല്ലാഹ് തെളിവായിട്ട് ഉദ്ധരിച്ചത്. അതുകൊണ്ട് കഅബയുടെ സമീപത്ത് വച്ചിരുന്ന ഈ അമ്പുകളുടെ പ്രശ്നം വെച്ചുകൊണ്ടുള്ള ഒരു പരിഹാരം തേടൽ ഹറാമാക്കി പരിശുദ്ധ ദീനുൽ ഇസ്ലാം. കൃത്യമാണ്, വ്യക്തമാണ് ദീനുൽ ഇസ്ലാമിന്റെ ഓരോ വിശ്വാസ ആചാരങ്ങൾ. ഇനി നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ഈ ദുരാചാരത്തിലേക്കും ഈ തിന്മയിലേക്കും വിശ്വാസികളുടെ ആശയെയും കീശയെയും ഒന്നുപോലെ കാലിയാക്കുന്ന മറ്റൊരു അന്ധവിശ്വാസമാണ് അദൃശ്യമറിയുക. നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടുവാൻ ഇന്ന മൗലവിയുടെ അടുക്കൽ പോയാൽ മതി, അല്ലെങ്കിൽ ഇന്ന ജോൾസന്റെ അടുക്കൽ പോയാൽ മതി. ഇങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഖൈർ ഉമ്മത്തിന്റെ ഒരു അടയാളമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പോലും കാറുകൾ തോറും വന്നുകൊണ്ടിരിക്കുകയാണ്, വരി വരിയായി. എന്തേ? അദൃശ്യമറിയുന്ന ഒരു മനുഷ്യൻ ഈ വീട്ടിൻ്റെ അകത്തുണ്ട്. അവരിൽ നിന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, നല്ലൊരു പുതുമാരനെ കിട്ടുവാൻ, നല്ലൊരു പുതിയെണ്ണിനെ കിട്ടുവാൻ, വീട് കയറുന്ന സമയം ഏതാണെന്ന് നോക്കുവാൻ, ജീവിതത്തിൽ ബർക്കത്ത് കിട്ടുവാൻ വേണ്ടി ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കൃത്യമായി ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്ന അടിത്തറ വിശ്വാസികളെ നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് പ്രവാചകരുടെ സമീപത്ത് തന്നെ 2 സ്വഹാബികൾ തമ്മിൽ ഒരു തർക്കമാണ്. ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നബിയുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ നബിയുടെ അടുക്കൽ 2 പേർ തർക്കിക്കുകയാണ് ഒരു വിഷയത്തെ സംബന്ധിച്ച്. പ്രവാചകർ ഇടപെടുകയാണ്. ഇടപെട്ടുകൊണ്ട് അവരോട് പറയുന്ന ഒരു കാര്യം, സ്വഹാബാക്കളെ, ഇന്നമാ അന ബശറുൻ, ഞാൻ നിശ്ചയമായും ഒരു മനുഷ്യനാണ്. വ ഇന്നഹു യഅതീനിൽ ഹസും, താർക്കികന്മാർ എൻ്റെ അടുക്കൽ വരും. പരസ്പരം വസ്തുവിൻ്റെയോ മറ്റേതെങ്കിലും കാര്യങ്ങളുടെയോ ഉടമസ്ഥൻ ഞാനാണെന്ന്, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തത് അവനാണെന്നോ ഞാനാണെന്നോ തെറ്റപ്പെടുത്തുവാൻ എൻ്റെ അടുക്കൽ നിങ്ങൾ തർക്കവുമായിട്ട് വരും. അറിയുക, ഫലഅല്ല ബഅദഹും അൻ യകൂന അബ്ലഗ മിൻ ബഅദ്, ചിലരോ ചിലരെക്കാളും നന്നായിട്ട് സംസാരിക്കും. ഫഅഹ്സിബു, അപ്പോൾ ഞാൻ വിചാരിക്കും, അന്നഹു സ്വാദിഖുൻ ഫഅഖ്ലീലഹു, ഇവൻ
നന്നായിട്ട് സംസാരിക്കുന്നുവല്ലോ, ഇവനാണ് അതിൻ്റെ അവകാശി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിധിക്കും. ഞാൻ സത്യമാണ് ഇവൻ പറയുന്നതെന്ന് ധരിച്ചുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ ഇവൻ അനുകൂലമായിട്ട് വിധി തീർപ്പാക്കും. ഫമൻ ഖളൈത ലഹു ബിഹഖ് മുസ്ലിമിൻ, അറിയുക, ഒരു സഹോദരന്റെ ഹക്കായ ഒരു കാര്യം ഞാൻ സത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു സഹോദരന്റെ അവകാശം കൂടെയുള്ള സഹോദരന് ഞാൻ വിധി കൽപ്പിച്ചു നൽകിയാൽ, നിങ്ങൾക്കറിയാമല്ലോ ഇതിന്റെ അവകാശം ഞാനല്ല എന്ന്, പക്ഷെ നിങ്ങൾ അത് സ്വീകരിച്ചാൽ ഫഇന്നമാ ഹിയ ഖുത്അതും മിനന്നാർ, അറിയുക, നരകത്തിന്റെ ഒരു കഷ്ണമായിരിക്കും നിങ്ങൾ സ്വീകരിക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ പ്രവാചകർ ഇങ്ങനെ പഠിപ്പിക്കുവാൻ കാരണം? മുന്നിൽ നിൽക്കുന്ന രണ്ട് സ്വഹാബാക്കളുടെ മനസ്സകം അറിയുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ ചൂഷണത്തെ പ്രവാചകൻ ഉന്മൂലനം ചെയ്തത്. മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖബൽ ലഹു സ്വലാത്തുൻ 40 ലൈലത്തൻ. ഇത്തരം ഭാവി പ്രവചനം നടത്തുന്നയാൾ, അത് മുസ്ലിയാരാകാം, മൗലവിയാകാം, ജോത്സ്യനാകാം, ആരുമാകാം, നഷ്ടപ്പെട്ടു പോയ സാധനം ഇന്നടത്തുണ്ട് എന്ന് അറിയുവാനായിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാവി കാര്യങ്ങൾ അറിയുവാനായിട്ട് നിങ്ങൾ ഈ പറയുന്നവരുടെ അടുക്കൽ നിങ്ങൾ ചെന്ന് നിങ്ങൾ അത് സ്വീകരിക്കുകയാണെങ്കിൽ, മൗലവി പറഞ്ഞത് സത്യമാണ്, വീടിന്റെ കന്നിമൂല ഒന്ന് തെറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീടകം സമാധാനത്തിനുള്ള എന്തെങ്കിലും പ്രയാസത്തിന് കാരണം ഇവിടെ വാതിൽ വന്നതാണ്, അടുക്കള ഇവിടെ വന്നു, ഇത്തരം ആൾക്കാരൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, സത്യപ്പെടുത്തുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ കാഫിറാണ്, അവൻ ഖുർആൻ നിഷേധിയാണ്, കാഫിറാണ് അവൻ. ഇനി അത് വിശ്വസിച്ചില്ല, ആ പ്രവചനം നടത്തുന്ന മൗലവിയുടെ അടുക്കലോ മുസ്ലിയാരുടെ അടുക്കലോ അവൻ പോയി എങ്കിലോ 40 ദിവസത്തെ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ഹുജ്ബത അലൈഹി തൗബതു 40 ലൈലത്തുൻ, 40 ദിവസത്തെ തൗബ തടയപ്പെടും. ഫഇന്ന സദ്ദഖഹു ബിമാ ഖാല കഫർ, ആ ജോത്സ്യൻ പറഞ്ഞത് സ്വീകരിച്ചത് കൊണ്ട് തന്നെ അവൻ കാഫിറായി എന്ന് ഇമാം തബറാനി റഹ്മഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. ഗൗരവമാണ് വിശ്വാസികളെ ഈ വിഷയം, സമുദായം മനസ്സിലാക്കുന്നില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇന്നത് ഖൈറാണ് ഇന്നത് ഷർറാണെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആനിലെ ആയത്ത് സൂറത്തുൽ അഅറാഫ് 188ാമത്തെ ആയത്ത്, വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സറത മിനൽ ഖൈരി വമാ മസ്സനി യസൂ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്യുമായിരുന്നു, ഒരുപാട് തിന്മകൾ പ്രവാചകരെ ബാധിക്കുകയില്ല. ഈ ആയത്ത് ഇറങ്ങുവാനുണ്ടായ ഒരു സബബുൻ നുസൂലുണ്ട്, ഒരു അവതരണ പശ്ചാത്തലം. മക്കയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രവാചകരുടെ അടുക്കൽ വന്നുകൊണ്ട് ചില ആൾക്കാർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, നീ അല്ലാഹുവിന്റെ ദൂതനാണെന്നല്ലോ നീ പറയുന്നത്, അല്ലാഹുവിന്റെ ദൂതനാണെങ്കിൽ നീ പറയുക, ക്ഷാമകാലം എപ്പോഴാണ് സംഭവിക്കുക, എങ്കിൽ ഈ ക്ഷേമകാലത്ത് വിഭവങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കി വയ്ക്കാം, വിലക്കയറ്റം, വരൾച്ച, ഇതുപോലെയുള്ള ദുരിതങ്ങൾ എപ്പോൾ വരുമെന്ന് പറ, ഞങ്ങൾ വിഭവങ്ങളൊക്കെ ഒരുക്കി വയ്ക്കാം, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല മുഹമ്മദ്, നീ ഒന്ന് പറ ഭാവി കാര്യം. അല്ലാഹുവിന്റെ ആയത്ത് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സറത മിനൽ ഖൈരി വമാ മസ്സനി യസൂ, അറിയില്ല പ്രവാചകന്. അങ്ങനെ അറിയുമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന് ഉഹുദിൽ പരാജയം സംഭവിക്കുകയില്ല. പ്രവാചകന്റെ ജീവിതത്തിൽ എത്ര കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഫറത്തു സൂ, അല്ലാഹുവിന്റെ റസൂലിന് സംഭവിക്കുകയില്ല ആ പ്രയാസങ്ങൾ. കാരണം ഇന്നമാ അന ബശറുൻ, നിശ്ചയമായും പ്രവാചകർ ഒരു മനുഷ്യനാണ് എന്നുള്ള വ്യക്തമായ രേഖകളാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് വിശ്വാസികളെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞയാഴ്ച ചർവണമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജിന്നുമ്മയുടെ വിളയാട്ടം. സാക്ഷര കേരളമെന്നും
മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ ആസ്ഥാനമെന്നൊക്കെ പറഞ്ഞ് അഭിമാനം പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ ഒരു ദുരവസ്ഥ, അതും ഈ കുൻതും ഖൈറ ഉമ്മ, അതാണ് സങ്കടകരം. കാണാൻ എന്തൊരു ഐശ്വര്യമായിട്ടുള്ള വേഷവിധാനമാണ് ആ സ്ത്രീ സ്വീകരിച്ചത്. മുഖം മൂടിയൊക്കെ നിഖാബൊക്കെ ധരിച്ച്, പർദ്ദ ധരിച്ച്. എന്താണ് ചെയ്തത്? സ്വർണ്ണമിരട്ടിപ്പ്. 652 പവൻ കൊടുത്താൽ 1200ഓളം പവൻ തിരിച്ചു കിട്ടും എന്നുള്ള വ്യാമോഹത്തിൽ പ്രവാസിയായ ഗഫൂർക്ക വീണു. ചർച്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർണം ചോദിച്ചപ്പോഴേക്കും ജിന്നമ്മയുടെ ഗുണ്ടകൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു 1.5 വർഷം മുമ്പ്. സാധാരണ സ്വാഭാവിക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ അത് അന്വേഷിച്ച പോലീസുകാരുടെ റിപ്പോർട്ട് വന്നു. സാധാരണ സ്വാഭാവിക മരണം. കഴിഞ്ഞയാഴ്ച ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ആ മയ്യത്തിനെ പുറത്തെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഇത് കൊലപാതകമാണ്. തലയിലേറ്റ ശക്തമായ അടി കാരണമാണ് ഈ ഗഫൂർ മരിച്ചത്. എന്തേ ഇവിടെ സംഭവിച്ചത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ സമ്പത്തിനോടുള്ള അഭിനിവേശം ആർത്തി മൂത്തുകൊണ്ട് തിന്മയിലേക്ക് കൊണ്ട് അവസാനം അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്ന ഒരു രംഗത്തിന് കേരളം സാക്ഷിയായി. അങ്ങനെ എത്രയെത്ര ജിന്നുമ്മമാർ വിലസുന്ന കേരളത്തിലാണ് നാം വിശ്വാസികളെ നാം ജീവിക്കുന്നത്. കച്ചവട പുരോഗതിക്ക് തകടിത കെട്ടിത്തൂക്കിയിടുന്ന നമ്മുടെ കടകൾ, വീടകം ശാന്തമാകുവാൻ കന്നുമൂലയും ഭൂമി പൂജയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുൻതും ഖൈറ ഉമ്മ, ശരീരസുഖത്തിന് ഏലസും പട്ടും നൂലും ഉറുക്കും ശരീരത്തിന്റെ പല ഭാഗത്തും കെട്ടിയിട്ടുകൊണ്ട് 1.5 രൂപയുടെ ആ നൂലിന് 500-1000 മുസ്ലിയാക്കന്മാരുടെ അടുക്കൽ നിന്നും വാങ്ങുന്ന വല്ലാത്ത ഒരു ദുരിതത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. പണമുണ്ടാക്കുവാൻ കുറുക്കുവഴികൾ തേടുന്ന മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാർ, ആഡംബര ജീവിതവും ഭൗതിക ഭ്രമവും വല്ലാതെ തലക്ക് പിടിച്ചിരിക്കുന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ നാം അറിയണം സഹോദരങ്ങളെ, ജിന്നുമ്മമാർ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആഡംബരമായിട്ടുള്ള വീടുകൾ തെറ്റായ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് മതപുരോഹിതന്മാർ. നാം കണ്ടുകൊണ്ടിരിക്കുന്നു ആ ജിന്നുമ്മയുടെ വീട്ടിലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മതപുരോഹിതൻ ശിഷ്യന്മാരോടൊപ്പം നടന്നു നീങ്ങുന്ന വല്ലാത്ത ഒരു കാഴ്ച. എന്തൊരു സന്ദേശമാണ് കേരളീയ മുസ്ലിംകൾക്ക് നൽകുന്നത്? കാരണം ഇവർ ദുരാചാരത്തെ അരുതേ എന്ന് പറയുന്നില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടി എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമുടി കൊണ്ടുവന്ന് കോടികൾ ഉണ്ടാക്കി വ്യവസായ ലോകം കെട്ടിപ്പടുത്തിക്കൊണ്ടിരിക്കുന്ന ഇവർ തന്നെ ആത്മഹത്യാപരമായിട്ടുള്ള ഇത്തരം തിന്മകൾക്കെതിരെ മൗനം പാലിക്കുകയാണ്. മൗനം പാലിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യാമോഹങ്ങൾ നൽകി ജനങ്ങളെ അറുകൊല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2014 കരുനാഗപ്പള്ളി സാക്ഷ്യം വഹിച്ചത് 24 വയസ്സുള്ള ഹസീന എന്ന് പറയുന്ന ആ പൊന്നുമോളുടെ മരണത്തിന് കാരണമായത് ഇതുപോലെ ഒരു ജിന്ന് മൂക്കിൽ കൂടി കയറി ആ മൂക്കിൽ നിന്നും പുറത്തേക്ക് ഇറക്കുവാനുള്ള ആ ഒരു മുസ്ലിയാരുടെ, ആ സിറാജുദ്ദീൻ മുസ്ലിയാരുടെ ആ പീഡനത്തിന് പരിണിത ഫലം ആ ഹസീന എന്ന് പറയുന്ന പൊന്നുമോൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത് ഒരു ജിന്നിന്റെ പേരിലായിരുന്നു. നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ട് 5 വയസ്സുള്ള ആഷിയ റൈന എന്ന് പറയുന്ന പൊന്നുമോൾ കഴിച്ച മാങ്ങയിൽ ജിന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുവാൻ ഉമ്മ സമീറ ആ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് 5 വയസ്സായ ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തത് നാം കണ്ടതാണ് കോഴിക്കോട്. വിശ്വാസികളെ, ഹൃദയം പൊട്ടിപ്പോകുന്നില്ല ഈ വാർത്തകൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന നമുക്ക്? ലോകത്തിന് മുഴുവൻ മാതൃകയായി വന്ന ഈ മുസ്ലിം സമുദായത്തിന്റെ അധോഗത എന്തുമാത്രം ദയനീയമാണ് വിശ്വാസികളെ. ഒന്ന് പൊട്ടിക്കരയുകയെങ്കിലും വേണ്ടേ? ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കാനെങ്കിലുള്ള ശേഷിയെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ആത്മവിചിന്തനം വിശ്വാസികളെ നമുക്കുണ്ടാകണം. ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ, ലോകർക്ക് വെളിച്ചമായി വന്ന വേദഗ്രന്ഥം, അല്ലാഹുവിൻ്റെ കലാം. ജീവിതത്തിൽ മുസീബത്തുകൾ ഉണ്ടാകും, വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്താണ് അതിൻ്റെ നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ 2 ആയത്തുകൾ മനസ്സിൽ കുറിക്കുക. വിശ്വാസികളെ നമുക്ക് പാഠമാകണം.
സൂറത്തു തൗബ 9-ാം അധ്യായം 51-ാമത്തെ ആയത്ത്. ഖുൽ, നബിയെ ഇവരോട് പറയുക. ആരോട് പറയണം? ഈ മുശ്രിക്കുകളോട് പറയുക. മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ ഖബറാളികൾക്ക് നേർച്ച നേരുന്ന ഈ മുശ്രിക്കുകളുണ്ടല്ലോ, അവർക്ക് പറഞ്ഞു കൊടുക്കുക നബിയെ, ലൻ യുസീബനാ, ഞങ്ങൾക്ക് ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് ഈ മുസീബത്തിനെ അവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ, ഹുവ മൗലാനാ, ഞങ്ങളുടെ യജമാനൻ അല്ലാഹയാണ്, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, നിങ്ങൾ മുഅ്മിനുകളാണോ, നിങ്ങൾക്ക് ബാധിച്ച ദുരിതത്തിൽ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക. റബ്ബിന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടല്ലാതെ ഒന്നും ബാധിക്കുകയില്ല എന്നുള്ള ആ വിശ്വാസമാണ് വിശ്വാസികളുടെ ഗരിമയും വ്യതിരിക്തതയും. രണ്ടാമത്തെ ആയത്ത് സൂറത്തുൽ ഹദീദ് 57-ാം അധ്യായമാണ്, 22-ാമത്തെ വചനമാണ്. മാ അസ്വാബ മിൻ മുസീബത്തുൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. ഭൂമിയിലോ സ്വന്തം ശരീരത്തോ തന്നെയോ ഒരു മുസീബത്തും സംഭവിക്കുകയില്ല എൻ്റെ യജമാനനായ റബ്ബിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ തനിമയുണ്ടല്ലോ, ആ വിശ്വാസത്തിന്റെ തനിമയുടെ അനുയായികളാണ് നാം. ജീവിതത്തിൽ ഒരു മുസീബത്തുകൾ വരുമ്പോഴേക്കും ദറകകളെല്ലാം കയറിയിറങ്ങിക്കൊണ്ട് വിശ്വാസത്തിന്റെ ആ ഏറ്റവും വലിയ അധപ്പതനത്തിലേക്ക് പോകുന്ന മുസ്ലിം സഹോദരി മനസ്സിലാക്കുക വിശുദ്ധ ഖുർആനെ. ജീവിതത്തിൽ ഒരു ദുരിതം ബാധിക്കുമ്പോൾ ഖുർആൻ എടുക്ക്. അയ്യൂബ് നബിയുടെ ദുരിതത്തിന്റെ നേർക്കാഴ്ചകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കച്ചവടത്തിൽ നഷ്ടപ്പെടുന്ന വിശ്വാസിയെ, നിനക്ക് മാതൃകയുണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ. ഒറ്റപ്പെട്ടു പോയാൽ പ്രയാസപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന വിശ്വാസി, നിനക്ക് മാതൃകയുണ്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ നിഖില മണ്ഡലങ്ങളിലും പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം നൽകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ അനുയായികളായ നമ്മൾ ജീവിതത്തിൽ ചെറിയൊരു വേദന വരുമ്പോഴേക്കും ഇതുപോലെയുള്ള ഭാവി പ്രവചനം നടത്തുന്നവരുടെ അടുക്കൽ പോയിക്കൊണ്ട് ആശയെയും കീശയെയും കാലിയാക്കുന്ന, അതുവഴി നരകം വിലക്ക് വാങ്ങുന്ന വല്ലാത്ത ഒരു ദുരിതത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. കറാമത്തുകളുടെ ബഹളമാണ് നമ്മുടെ ചുറ്റുപാടും, നാം സൂചിപ്പിച്ചു നേരത്തെ. അതുകൊണ്ട് വിശ്വാസികളെ, ഖുർആനിന്റെ അനുയായികളായി നാം വളരണം. പരിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം നാം അടയാളപ്പെടുത്തേണ്ടത്. നമുക്ക് സമാധാനവും നമുക്ക് സന്മനസ്സും ഉണ്ടാകുവാനുള്ള പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കുവാനുള്ള വേദികൾ ഉണ്ടാകണം നമ്മുടെ വീടുകളിലെങ്കിലും. ഖുർആൻ നമുക്ക് സമാധാനമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അദ്കാറുകൾ നമുക്ക് സമാധാനമാണ്. വിശ്വാസിയുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ നമുക്ക് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. ആ ഒരു വിശ്വാസ തനിമയിലേക്ക് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തണം. അങ്ങനെയുള്ള മുത്തഖീങ്ങളിൽ റഹ്മാനായ റബ്ബ് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.